നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ നമുക്ക്. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മെയിനായിട്ട് വേണ്ടത് ഉപ്പാണ്. അത് മറന്നാൽ പിന്നെ നമ്മൾ പൊരിച്ച മീൻ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിവിടെ പെരുംജീരകം ചേർക്കുന്നുണ്ട്. ചിലരൊക്കെ പെരുംജീരകം ചേർക്കാറുള്ളൂ. ഞാനിവിടെ പൊടിയും ചേർക്കുന്നുണ്ട്, അല്ലാതെ ചേർക്കുന്നുമുണ്ട്. അതിനുശേഷം ഞാനിവിടെ വെള്ളം ഒഴിച്ചാണ് കുഴയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലൊക്കെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ നന്നായി വൃത്തിയാക്കി കഴുകി വരഞ്ഞ് വെച്ചേക്കുന്ന മീനെടുത്ത് ഓരോന്നായി മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലായിടത്തും ഒരേപോലെ മസാല ആവുന്ന രീതിയിൽ എല്ലാം ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പാൻ ചൂടായതിന് ശേഷം ഓയിലൊഴിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടേ കറിവേപ്പില ഇടാവൂ, അപ്പം അടി പിടിക്കില്ല. നന്നായിട്ട് ഇളകി വരും പാനിൽ നിന്ന്. അഥവാ പിടിക്കുന്ന പാൻ ആണെങ്കിൽ അതിനുശേഷം നമുക്ക് ഓരോ ഫിഷായിട്ട് പറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു മൂടി അങ്ങനെ വെച്ച് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ആയതിനു ശേഷം മറിച്ചിടാവൂ. നന്നായിട്ട് കിടന്ന് വേവുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മറിച്ചിടാം. അപ്പോൾ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ബൈ.